നമസ്കാരം. ദീപാലിയ കളരിപ്പറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു വൺ സൈഡ് ഒരു ഒന്നാമത്തെ വടിവീശ് ചെയ്തായിരുന്നു. ഇത്തവണ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് രണ്ടാം സൈഡാണ്. എങ്ങനെയാണ് വടിവീശ് പഠിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു വ്യായാമമാണ് വടിവീശ്. വടി എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്ക അളവാണ് എടുത്തിട്ട് നമ്മുടെ ശരീരം ഇട്ട് ഒലക്കുക എന്ന് വെച്ചാൽ നല്ല ട്വിസ്റ്റ് ചെയ്യുക. ഇതാ വടിവീശ്. അപ്പോൾ ഒരു നല്ല വ്യായാമം എന്ന് പറയുമ്പോൾ ഒന്ന് നീന്തലാണ്, ഒന്ന് വടിവീശാണ്, ഒന്ന് നമുക്കിതിൽ ശാസ്ത്രീയമായ വ്യായാമം 96 വ്യായാമമുണ്ട്. അതിൽ നമ്മൾ 10-14 വ്യായാമങ്ങളാണ് ലൈറ്റായിട്ട് ഒരു 6 കൗണ്ട് 7 കൗണ്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഒട്ടും വ്യായാമം ചെയ്തില്ലെങ്കിലും ഒരുപാട് വ്യായാമം ചെയ്താലും അസുഖം. അതിന് മീഡിയം നമുക്കൊരു ഭക്ഷണമുണ്ട്. നമുക്കൊരു കടല വെള്ളത്തിലിട്ട് കഴിക്കാൻ പറയുന്നത് 11 കടലയാണ് കഴിക്കാൻ പറയുന്നത്. അത് നമ്മൾ 50 കടല കഴിക്കുന്നവരുണ്ട്, 25 കടല കഴിക്കുന്നുണ്ട്. അത് ഫലപ്രദമല്ല. മുളപ്പിച്ചിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കഴിച്ചിട്ട് രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ എനർജിയാണ്. അപ്പോൾ നമ്മൾ അത് 11 കടല നമ്മുടെ ശരീരം സ്വീകരിക്കത്തില്ല. അപ്പോൾ 11 കടല കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വായിൽ കുലുക്കി കഴിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 10 കടലേ ഉള്ളിലേക്ക് പോകത്തുള്ളൂ. 10 ഒരു 9 കടലേ പോകത്തുള്ളൂ. ബാക്കി പല്ലിൻ്റെ ഇടക്കൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ശരീരത്തിന്. ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ നമുക്കത് 6 കിലോ ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 10 കിലോ ഇട്ട് വെച്ചാൽ ആയുസ് ഉണ്ടാകത്തില്ല. അതുപോലെ നമുക്ക് ഭക്ഷണം ഒരുപാട് കയറിയാലും നമുക്ക് ആയുസ് ഉണ്ടാകത്തില്ല, അത് കുറഞ്ഞാലും ആയുസ് ഉണ്ടാകത്തില്ല. നമുക്കൊരു മീഡിയം എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഒരു അരവയറ് ഭക്ഷണം, കുറച്ച് വെള്ളം കഴിച്ച് നമ്മൾ കുടിവെള്ളം ഈ ചൂടിനും അല്ലെങ്കിൽ കുടിവെള്ളം ആവശ്യത്തിന് കഴിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ള ക്ഷീണം കയറി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ ഒരു വ്യായാമമാണ് വടിവീശി. അത് ഞാൻ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് അത് ഒരു ശത്രുവിനെ തുരക്കാം, ശത്രുവിനെ ഓടിക്കാം, അടിച്ചോടിക്കാം, നിങ്ങൾക്കൊരു ശരീരത്തിൻ്റെ അസുഖത്തിനെ ഓടിക്കാം. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ നില മനസ്സിലാക്കിയിട്ട് നമ്മൾ നോക്കണം. റെഡി, സ്റ്റാർട്ട്. 1 എടുത്ത് ഒപ്പം ചവിട്ടിയിട്ട് ഇടത് കാല പറിച്ച് 2 3 4 5 6 എന്നിട്ട് വാടി കയ്യിലൊതുക്കുക. അപ്പോൾ ഇത് കാണിക്കുന്നത് നോക്കണം. ഞാൻ തിരിയാന്നത് 1 2 3. അപ്പോൾ ഒലയാക്കണം. നമ്മുടെ ശരീരം ട്വിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്ത് കളിക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ കളിച്ചാൽ അതിൻ്റെ ബലം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഓർക്കുക, ഒരു ശാസ്ത്രീയ ഒരു വശം നമ്മൾ കണ്ടെത്തണം. നമ്മൾ നേരെ പുറകിറങ്ങി വീശണം. ഇപ്പോൾ പുറകിൽ വന്നെ ഫ്രണ്ടിൽ വന്നെ അടി കളഞ്ഞു. നേരത്തെ ഞാൻ ഇതിന് മുമ്പിലൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇടതുകാലം കയറ്റി വെച്ച് കയറി ഇറങ്ങിയ എടി 1 കയറി ഇറങ്ങി 2 3 4 5 ഇങ്ങനെ കൈ ഒതുക്ക്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച്. ഇന്ന് അതിന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഒരു ലൈൻ ഇട്ടാൽ ആ ലൈന് വന്ന് നിൽക്കാൾ നമ്മൾ ചെയ്യാൻ ഒന്നും നോക്കണം. എടി സ്റ്റാർട്ട്. പാദം നോക്കി ഒപ്പം ചവിട്ടണം. എന്നിട്ട് കൈ ഒതുക്കുക. കണ്ട, നമ്മൾ പാദം അതുപോലെ ഒരു തുള്ളി പോലും കയറരുത്. നമ്മളൊക്കെ എല്ലാത്തിനും ഒരു കണക്കുണ്ടാണ്. ഇനി ഇതെങ്ങനെയാണ് ഞങ്ങൾ ഈ വടി വീശിയിട്ട് ഈ വടി ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്ന് വെച്ചാൽ 4 സൈഡ് വീശണം. ഇതിങ്ങനെ പഠിക്കാതെ നമുക്ക് പുറവ് വീശാനൊക്കെ ഇതില്ല. അപ്പോൾ ഞാൻ അതൊരു ഇച്ചിരി ഒതുക്കി നോക്കണം. എടി 1 ടേൺ ചെയ്ത് ഇതല്ല, പുറകിൽ വന്ന് അടി തട്ടി തിരിഞ്ഞിറങ്ങി തട്ടി എന്നിട്ട് ടേൺ ചെയ്യണം. അടുത്ത് കാലിറക്കി തട്ടി നോക്കണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. നമ്മുടെ പുറക് ഫ്രണ്ട് ഒരുപോലെ ആയിരിക്കണം. അല്ലേ, പുറകിൽ വടി ചെന്നില്ലെങ്കിൽ ആയുധം വെച്ച് വെട്ടാൻ നേരത്ത് തട്ടിക്കളയുക എന്നാണ്. ഒരാൾ ആയുധം വെച്ച് നമ്മുടെ കുതികാല് വെട്ടും, നമ്മുടെ മുട്ടുകാല് വെട്ടാൻ തട്ടിക്കളയാണ്. എടി 1 നോക്കണം. ടേൺ ചെയ്യുക, കയറുക, വലത് കയറി ഇടതിറങ്ങി തട്ടിക്കളയുക, തിരിഞ്ഞും തട്ടിക്കളയുക. 1 2 3 4. ഇത് 4 സൈഡിൽ ഓടി നടന്ന് അടിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പഠനം. വാ, ഞങ്ങൾ രണ്ടും കൂടെ ഇത് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. എടി വാടി ഇങ്ങനെ പിടിഞ്ഞ്. എടി 1 വലത് കയറി ഇടതിറങ്ങി തട്ടി എന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാൻ പോലെ തട്ടിക്കളയാം.
തിരിച്ച് കാലിറങ്ങിയിട്ട് ഇവിടെ നിൽക്കണേ തട്ടിക്കണേ എന്നിട്ട് വലത് കയറി ദേ തട്ടി തട്ടി. ഇതാണ് എൻ്റെ വീഡിയോ. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ വടി നമ്മുടെ ശരീരത്തിൻ്റെ ചുറ്റിനും നമ്മുടെ കുതിയുടെ പറ്റി അല്ല ഇങ്ങനെ പൊങ്ങിപ്പോരുത്, ഇത്രയും പറ്റിയ വടി ഓടണം. അപ്പോൾ ഇതാണ് വടി വീശി. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഞാനിത് ഞങ്ങളുണ്ട് ഇതിൻ്റെ തുടക്കം കാണിച്ചു തരാം. വടി നേരെ പിടിക്കുക, ഒപ്പം നിൽക്കുക, ഒപ്പം നിന്നേ. എടി 1 വലതിറങ്ങി, ഇടതിറങ്ങി, വലത്, ഇടത്, വലത്, ഇടത്. കൈ ചേർത്ത് വെച്ച് വടി തമ്മിൽ ചേർത്ത് കണ്ടല്ലോ. ഇത് തന്നെയാണ് ഞങ്ങൾ 4 സൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് കളരിൽ 4 സൈഡ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ നേരത്തെ ഇച്ചിരി പോരേ വേണ്ട. കാരണം 2 സൈഡാണ് കാണിക്കുന്നത്, നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി പറയുകയാണെങ്കിൽ 4 സൈഡ് ഫുൾ വീഡിയോ ഇട്ട് തരാം. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. റെഡി 1 സോറി ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, റെഡി 1 വലത് കയറി ടേൺ ചെയ്ത് അടിച്ച്, വലത് കയറി ടേൺ. ഇനി എന്തേത് ഇവിടുന്ന് വലത്തോട്ടാണ് കയറണ്ട, വലത്തോട്ട് കയറി അടിച്ച് ടേൺ ചെയ്ത് വലത് കയറി ഇങ്ങനെ 4 സൈഡാ ചെയ്യണം. സ്ഥലമില്ലാത്ത കാരണമാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന നിങ്ങൾ ശത്രുവിനെ തുറക്കുക. വടി എപ്പോഴും ആദ്യമേ സ്ലോലി ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞ് ചന്ത് അടിച്ച് ദേ ഇത് തിരിച്ചടിച്ചേ. അപ്പോൾ അവിടുന്ന് അടിച്ചേ തിരിച്ച് വടി തട്ടിക്കളയുക. വടി നമ്മളെ എപ്പോഴും വടി പുറത്തേക്ക് തട്ടിക്കളയാതെ, വേണ്ട പുറത്തേക്ക് തട്ടിക്കളയാതെ. വടിയുടെ ഒരു കാര്യമാണ്. ഇനി നോക്കിയോ, നമ്മളെ വടി കൊണ്ടുള്ള പ്രയോഗം, വടി അതിന് പറയണത് ചാണ്ടെന്ന് പറയും. വടി നീട്ടി അടുക്കത്തില്ല. അപ്പം നമ്മൾ അടിച്ച് ഇത് ബ്ലോക്ക് വിത്ത് അറ്റാക്ക് ഇത്. അപ്പം നമ്മളെ വടി കൊണ്ട് അടിച്ചപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അത് ഫാസ്റ്റായിട്ട് കഴിയുമ്പോൾ അടിച്ച് 1 കണ്ട ഈ കാല് ബാക്ക് ചെയ്ത് തൊണ്ടക്കുഴിക്ക് കയറ്റി. ഒന്നുകൂടെ നോക്കിയേ, റെഡി 1 ബ്ലോക്ക് ടേൺ ചെയ്ത് കയറ്റി. അപ്പോൾ വടി കൊണ്ട് ഒരുപാട് പ്രയോഗമുണ്ട്. വടി ചാണ്ടുക എന്ന് പറയും. ചാണ്ടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വടിയുടെ മൂട് കൊണ്ട് നമ്മൾ കയറ്റി വെക്കുക. അടിച്ചാൽ ആൾ കയറി വരും. അപ്പം നമ്മൾ തന്നെ അടുത്ത് വടി കൊണ്ട് നീട്ടുക. അതാണ് പ്രയോഗം. അപ്പം നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചോ. ഞങ്ങളൊന്നുകൂടെ ഇതിൻ്റെ വീശുന്ന ഒരു രീതി കാണിച്ചു തരാം. റെഡി 1 2 3 4 5 6 ഓക്കെ. വടി ഇതാണ് വടി വീശ. അപ്പം നമ്മൾ ആദ്യമേ ചുവടുന്ന ചെയ്തേ വടി തോള വെച്ച് റെഡി 1 പുറകോട്ട് നോക്കാം 2 3 4 5 6 അപ്പ്. ഞാൻ ആദ്യമേ കാണിച്ചത് ഒന്ന് കാണിച്ചു തരാം. ഇടത് കാല് കയറ്റി വെച്ച് 1 2 3 4 5 6 ഓക്കെ. ആദ്യമേ കാണിച്ച വീഡിയോ ചുവടിലും രണ്ടും വ്യത്യാസമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ വടി വീശ് തുടങ്ങുന്നത്. വടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ സുഹൃത്താണ്. വടി നമ്മളോട് ചേരും, സ്നേഹിക്കും. അത് എത്ര തോക്ക് കഴിഞ്ഞ് ഇപ്പം എന്നെ തലക്കടിച്ചേ തലക്കടിക്കാൻ നേരത്തെ പൊക്കി തലക്കടിച്ചേ വടി നീട്ടിയാൽ മതി. വടി നീട്ടിയാൽ അവിടെ നിൽക്കും. അടിച്ച് 1 അടി കൊള്ളത്തില്ല. തോക്ക് കഴിഞ്ഞുള്ള ആയുധം വടിയാണ്. അപ്പം നമ്മൾ വടി കൊണ്ടാണ് ഒരുപാട് ടെക്നിക്കുണ്ട്. അതിനാണ് പറഞ്ഞ ഭാഗം. ഞങ്ങളൊരു ഭാഗം ബൈറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ കെട്ടുതാരി എന്ന് പറയും. വടക്കാളരി കെട്ട്. റെഡി 1 2
ഇതാണ് വാടി. ഇത് ഒരു ഭാഗമാണ്, രണ്ട് ഭാഗം. ഇതിൻ്റെ യഥാർത്ഥ രീതിയിൽ നമ്മളിങ്ങനെയാണ് പൊതുവെ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഒരു അടി കൂടെയുണ്ട്, അത് ഞങ്ങൾ കയറ്റിയിട്ടില്ല. തലക്കടിക്കണം, നോക്കണം, ഇങ്ങോട്ട് നീട്ടുമ്പോൾ തലക്കടിക്കണേ. 1 2 3 1 2 3 1 2 3. ഉണ്ടല്ലോ, ഇതാണ് കെട്ടുതാരിപ്പോയിട്ട്. ഇത് 12 ഭാഗമുണ്ട്, 12 ഭാഗമുണ്ട്, ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ അടിക്കാതെ ഉച്ചയ്ക്ക് അടിച്ചിട്ടാ, ഇങ്ങനെ അടിച്ചിട്ടാ ഒക്കെ ഇത്. അപ്പോൾ തിളപ്പൻ എന്ന് പറഞ്ഞ ഒരു മർമ്മസ്ഥാനം ഇവിടെയുണ്ട്. വടിയുടെ തുമ്പുകൊണ്ട് അവിടെ അടിച്ചിട്ട് പൊക്കിൾ വസ്തി, ഇവിടെ വസ്തി എന്ന് പറഞ്ഞാൽ ഇവിടെ പൊക്കിളിൻ്റെ ലിംഗത്തിൻ്റെ മധ്യത്തിൽ വസ്തി, അവിടെ തള്ളി വെക്കും, ഇത്രയും തള്ളിക്കയറും. അങ്ങനെയാണ് ഈ പ്രയോഗം പോകുന്ന. ഒരടി നീട്ടിക്കേ, നീട്ടി കണ്ണക്കടിച്ചേ. അയ്യണ വടി ഫൈറ്റ് ചെയ്യാത്തത് മിക്കവരും മുമ്പിലിട്ട് നീട്ടിക്കേ. 1 2, ചിലർ ഇങ്ങനെ നീട്ടും, അങ്ങനെ നീട്ടരുത്. അടിച്ചേ, ദേ ഇങ്ങനെ നീട്ടാം, ചുഴിക്കാവുള്ളൂ. അങ്ങനെ ചുഴിച്ച് പഠിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ അതുപോലെ തന്നെ ഞങ്ങൾ വാരി മറുവാരി ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കളരി പോയിട്ട് കണ്ടത് തെറ്റാണ് മിക്കവരും ചെയ്യുന്നത്. ഞാൻ ശരിയാണെന്നില്ല, ഞാൻ ഒരു പ്രാചീന ആ കലയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തർക്കം പറയുന്നത്. വാരി മറുവാരി എന്ന് പറയുമ്പോൾ നോക്കണം. എടി 1 2 3 4. ദേ 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4 1. എന്താണ് നമ്മൾ ഈ വടി ചിലവർ ചെല്ലുന്ന ഓടിയ തല്ലുന്നത് ഇങ്ങനെ ഓടും, ഇങ്ങനെ തെക്ക് വടക്ക് ഓടി ആ ഗ്രൗണ്ട് മൊത്തം നിറച്ച് ആ കാലമ്പക്കളെ. ഇതിനൊരു ചുവടുണ്ട്, നോക്കണം. ഞാൻ തടുക്കുന്നത് നോക്കണം. 1 2 3 4. ഈ തലയ്ക്ക് പൂക്ക് വാരി മറുവാരി തലയ്ക്ക് പൂക്കെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു കളവുണ്ട്, ഇത്രയേ ഉള്ളൂ. അവിടെ നോക്കണം, ചന്തു നിൽക്കുന്ന നോക്കണം, ചന്തു ഒതുങ്ങിച്ചാണ്. 1 2 3 1 2 3 4. 1 2 3. മനസ്സിലായില്ല? നമ്മൾ പുറത്ത് നിൽക്കുന്ന ആൾ ഫുൾ വൃത്തം, ഉള്ളിൽ നിൽക്കുന്ന ആൾ ഈ വൃത്തത്തിലെ കളിക്കാറ്. പിന്നെ വേറെ രീതിയും പകർന്നുവിട്ടുണ്ട്. പകർന്നുവിട്ട് 1 2 3 4. അപ്പോൾ കയറി ഇറങ്ങിക്കൊണ്ട് ഇതാണ് പ്രാചീനമായ കലകൾ. അല്ല ഓടി നടന്ന് അടിക്കുന്നതിലല്ല കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ ഈ കല നശിപ്പിക്കും, ഈ കല പോരായ്മയുണ്ടാവും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതിൽ ഒരുപാട് വടിയുടെ മൂട് കൊണ്ട് ഒരുപാട് കയറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പഠിക്കുക. വടിത്തല്ലിൽ സൂക്ഷ്മത, ഏകാഗ്രത ഇതൊക്കെ കിട്ടാൻ വേണ്ടി വടിതല്ല് പഠിക്കണം. വടിതല്ല് 6 മാസം പഠിച്ചാൽ പോരാ, ഒരു വർഷം കണ്ടിന്യൂ പഠിക്കണം. കണ്ടിന്യൂ പഠിക്കാൻ നേരത്ത് നിങ്ങളുടെ ദേഹത്ത് ഒരു കോല് പോലും, ഒരായുധം പോലും കയറത്തില്ല. അപ്പം നിങ്ങൾക്ക് ഒരാൾ ചുറ്റിയൊക്കെ അടിച്ചാലും, ഒരാൾ ആമറിനടിച്ചാലും, ഒരാൾ എന്തായുധം വെച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് തടുക്കാൻ പറ്റും. ഒരു മനുഷ്യനല്ലേ ചെയ്യുന്നത്, ഒരു മനുഷ്യനത് തടുക്കാൻ പറ്റും. ഒരു മൃഗമല്ലല്ലോ, ആനയല്ലല്ലോ നമ്മൾ അറ്റാക്ക് ചെയ്യണം. ആനക്കാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ആനക്ക് നേരെ ഓടരുതെന്നാണ് പറയണത്. വട്ടയിട്ട് ഓടാനാണ് പറഞ്ഞത്. ഒരുപാട് നമുക്ക് അവിടെയും മനസ്സ് പതറുന്നതാണ് നമ്മൾ ആന അറ്റാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ല മനസ്സുള്ളവരെ ആരെയും ഒരു മൃഗങ്ങളും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അവരെ മൈൻഡ് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവനുണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട്. നമസ്കാരം.